ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇരുന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇരുന്തും അതിൻ്റെ ഇറച്ചിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുകൊണ്ട് ഇരുന്ത് ഉലർത്തിയതും കറിയും ഫ്രൈ ഒക്കെ ആക്കി നോക്കട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇരുന്ത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ. മണ്ണൊക്കെ ഊറ്റി അരച്ചെടുക്കണം, അല്ലെങ്കിൽ മണ്ണ് കടിക്കും. ഇങ്ങനെ ഇറച്ചി വാങ്ങുമ്പോൾ അങ്ങനെ എന്താ പറയുക, മണ്ണ് കടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൂടുതലും തോടോട് കൂടിയുള്ള വാങ്ങി ശ്രമിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്താ പറയുക, ജീരകപ്പൊടി, ചെറുനാരങ്ങ, ഉപ്പ് ഒക്കെ ഇട്ടിങ്ങനെ നന്നായിട്ടൊന്ന് മസാല തേച്ചിങ്ങനെ കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇരുന്ന് കറി വെക്കാനുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിൽ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടുക. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായി കൈ കൊണ്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇരുന്നിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ വേണം. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തേങ്ങ, ചുവന്നുള്ളി, നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് എൻ്റെ അടുത്തുള്ളത്. ജീരകമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ടത് നന്നായിട്ട് തിളച്ച് ഇരുന്തൊക്കെ തുറന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ട് തേങ്ങ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ഇരുന്തിറച്ചി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇരുന്തിറച്ചി അതിലോട്ട് ഒന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് നേരം തീ കൂട്ടി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുക. അതിന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനുള്ള സമയം വരെ. തേങ്ങ ഒഴിക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളം പോലെ ആയി പോകും കറി. അപ്പം തേങ്ങ ഒഴിച്ചതിന് ശേഷം മിക്സിയുടെ ജാറത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് എന്താ പറയുക, കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം. പിന്നെ നമ്മളതിൽ ആദ്യം ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം ഇരുന്ന് തുറന്ന് വരുമ്പോൾ തന്നെ ഇരുന്നിന് പുളിയുള്ളതല്ല, അപ്പോൾ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് പോരായുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് എരുന്ത് ഉലർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് എരുന്ത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് കൊടുക്കണം നമ്മൾ എരുന്ത് ഫ്രൈ ആക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടി തേങ്ങ ഒന്ന് വെള്ളം കൂട്ടാണ്ട് ഒതുക്കിയെടുക്കണം. എന്നിട്ട് അതും അതുപോലെ തന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരി വറുത്ത് പൊടിച്ച് വെക്കണം കേട്ടോ. അതിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ മുന്നേ ഇതേമാതിരി ഉലർത്തിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരത് കണ്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് തുറന്ന് ഇതുപോലെ വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഒതുക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരും, കാരണം അരിപ്പൊടിയൊക്കെ ഇടുമ്പം അതിൻ്റെ വെള്ളമൊക്കെ അതിൽ പിടിച്ചിട്ട് ഒന്ന് കുറുങ്ങനായിട്ട് വരും കേട്ടോ. കുറച്ച് വെള്ളം അതിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് ഉലർത്തിയതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ടും ലാസ്റ്റാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം അരിപ്പൊടിയൊക്കെ ഇടുമ്പോൾ ലേശം ഉപ്പ് വേണ്ടി വരും. അതുകൊണ്ടിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇരുന്നൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 2 കറികളൊന്ന് തൂമിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ടുകൊണ്ട് നമുക്ക് നമ്മളെ ഇരുന്ത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ മറ്റേ നമ്മളെ ഇരുന്ത് ഉലർത്തിയും തൂമിച്ചെടുക്കണം. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് കായ്മുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ടുകൊണ്ട് മൂപ്പിച്ചിട്ട് നമ്മളെ ഇരുന്ത് ഉലർത്തിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം.
അങ്ങനെ നമ്മൾ 3 ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എരുന്ത് ഉലർത്തിയതും എരുന്ത് കറി വെച്ചതും ഫ്രൈ ആക്കിയതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ മുഴുവനായിട്ട് വീഡിയോ കാണാനും ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇങ്ങനെ പറയാനും അതുപോലെ തന്നെ എഡിറ്റിങ്ങും ഒക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ തന്നെ ഇരുന്ന് വെച്ച് നമുക്ക് പലതരത്തിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മാത്രം മതിട്ടോ, ചോറിൻ്റെ കൂടെ ഈ കറിയും ഉലർത്തിയതും ഫ്രൈ ഒക്കെ കൂട്ടി കഴിക്കാൻ വല്ലാത്തൊരു ഫീലാണേ. അതുപോലെ തന്നെ ഈ എരുന്ത് ഉലർത്തിയതുണ്ടല്ലോ, നല്ല കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയാട്ടോ, ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.